നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ മുസ്ലിം ലീഗ് പണി തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നും ഇക്കാര്യങ്ങൾ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെ ഇക്കാര്യങ്ങൾ മുന്നണികൾക്കുള്ളിൽ ചർച്ച ചെയ്യാനാകും. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ ടേം വ്യവസ്ഥയും മാനദണ്ഡം ആകണമെന്ന ആവശ്യം കോഴിക്കോട് ഇന്നലെ ചേർന്ന ലീഗ് നേതൃത്വ യോഗത്തിൽ ഉയർന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിൽ മത്സരിക്കുകയും 15-ൽ വിജയിക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിയമസഭാ സീറ്റുകൾ എന്ന ആവശ്യം ഉന്നയിക്കാൻ ഒരുങ്ങുന്നത്. മുന്നണി യോഗത്തിൽ ഈ കാര്യം ഉന്നയിക്കുമെന്ന ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ കോഴിക്കോട് ചേർന്ന നേതൃയോഗത്തിന് മുമ്പായി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. ജയസാധ്യതയ്ക്ക് ആയിരിക്കണം മുഖ്യ പരിഗണന എന്നും യുവാക്കൾക്കും വനിതകൾക്കും ഉൾപ്പെടെ അർഹമായ പരിഗണന നൽകണമെന്നും ഈ നേതൃയോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു. സാഹചര്യം അനുകൂലമാണ് എങ്കിലും ജയം ഉറപ്പാക്കാൻ സ്ഥാനാർത്ഥിയെ നിർണയത്തിൽ ടേം വ്യവസ്ഥ മാനദണ്ഡം ആകണമെന്ന ആവശ്യവും യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചു. തുടർച്ചയായി തോൽവി ഏറ്റുവാങ്ങുന്ന തിരുവമ്പാടി ഉൾപ്പെടെയുള്ള സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറുന്ന കാര്യവും ചർച്ചകളിലുണ്ട്. SIR-നെതിരായ പ്രക്ഷോഭ പരിപാടികളും ശക്തമാക്കാനും നേതൃയോഗം തീരുമാനിച്ചു. പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ടവരെ കണ്ടെത്താനായി ഈ മാസം 10-ന് സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തുമെന്നും ലീഗ് നേതാക്കൾ അറിയിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞത് ശരിയല്ലെന്ന് MV ഗോവിന്ദൻ. നിയമത്തെ മത്സരിക്കില്ലെന്നും ഉണ്ടെന്നും പറഞ്ഞതൊന്നും ശരിയല്ല. സീറ്റ് നിർണയത്തിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. VD സതീശന്റെ 100 സീറ്റ് അവകാശവാദത്തെയും ഗോവിന്ദൻ പരിഹസിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു വ്യവസ്ഥയും അല്ലെങ്കിൽ വിസ്മയവും ഉണ്ടാക്കാൻ പോകുന്നില്ല. സതീശൻ ബോംബ് പൊട്ടും എന്ന് പണ്ട് പറഞ്ഞില്ലേ, 100 സീറ്റും ബോംബ് പോലെ പൊട്ടുമെന്നാണ് പരിഹാസം. ആന്റണി രാജുവിന്റെ കേസ് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണ്. അതിൽ ഞങ്ങൾക്ക് എന്ത് തിരിച്ചടിയാണ് ഉള്ളതെന്നും ഗോവിന്ദൻ ചോദിച്ചു. തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കുന്നതിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേമത്ത് മത്സരിക്കാനില്ല എന്ന ശിവൻകുട്ടിയുടെ തുറന്നു പറച്ചിൽ തലസ്ഥാന CPM-നുണ്ടാക്കിയത് വലിയ ആശയക്കുഴപ്പം തന്നെ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടി എന്ന പിന്നീട് തിരുത്തിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വലിയ ചർച്ചയായി മാറി. BJP-യുടെ A ക്ലാസ് മണ്ഡലമാണ് നേമം. ഇവിടെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഇറങ്ങി നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ശിവൻകുട്ടിയല്ലാതെ മറ്റാരെന്ന് CPM-നൊരു സംശയവുമില്ലെന്നിരിക്കെയാണ് മത്സരിക്കാനില്ല എന്ന പ്രഖ്യാപനം. മത്സരത്തിന് ഒരുക്കാൻ അനൌദ്യോഗിക നിർദ്ദേശം പാർട്ടി നൽകിയിട്ടും ചുമതലക്കാരെ റോസ് ഹൗസിലേക്ക് വരുത്തി മന്ത്രി മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടും ചുരുങ്ങിയത് 1 മാസമെങ്കിലും ആകും. നേമത്തെ വോട്ടർമാരുടെ SIR നടപടി ക്രമങ്ങളിലൊക്കെ മന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ സജീവമായി ഇടപെടുന്നുമുണ്ട്. BJP-യുമായി മത്സരം ഭയന്ന ഇടത് നേതാക്കൾ കൂട്ടത്തോടെ പിന്മാറുമെന്നും അതിന്റെ തുടക്കമാണ് ശിവൻകുട്ടി പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാക്കൾ വരെ ഏറ്റുപിടിച്ചതോടുകൂടിയാണ് അബദ്ധം മനസ്സിലാക്കി മണിക്കൂർ 1 തികയും മുമ്പേ മന്ത്രി തിരുത്തിയത്. അതേസമയം തൊണ്ടി മുതൽ കേസിൽ കോടതി വിധിയോടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലും ആയിരിക്കുകയാണ് ആന്റണി രാജുവിൻ്റേത്. പകരം തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കണമെന്ന ചർച്ച CPM-ൽ സജീവമാണ്. നേമത്ത് നിന്ന് ശിവൻകുട്ടിയുടെ പിന്മാറ്റ പ്രഖ്യാപനം ആ അർത്ഥത്തിൽ വരെ ചർച്ചയുമായി. എന്ത് വില കൊടുത്തും BJP-യെ പ്രതിരോധത്തിലാക്കുകയെന്ന പ്രഖ്യാപിത നയം നിലനിൽക്കെ അവധാനതയില്ലാത്ത പ്രതികരണങ്ങളിൽ പാർട്ടി നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജുവിനെ അയോഗ്യനാക്കി വിജ്ഞാപനം ഇറക്കിയിരുന്നു. നെടുമങ്ങാട് കോടതി 3 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചതാണ് ആന്റണി രാജുവിന് വലിയ തിരിച്ചടിയായത്. 2 വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ അയോഗ്യനെന്ന സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി ഇത് പ്രകാരം ആന്റണി രാജുവിന്
MLA സ്ഥാനം നഷ്ടമായത്. കോടതി വിധി വിശദമായി പരിശോധിച്ച ശേഷം നിയമസഭാ സെക്രട്ടേറിയറ്റാണ് വിജ്ഞാപനം ഇറക്കിയത്. ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ജനാധിപത്യ നിയമപ്രകാരം ജനപ്രതിനിധിക്ക് സ്വയം ഒഴിയാനുള്ള അവസരം നഷ്ടമാകും. ഇത്തരത്തിൽ അയോഗ്യത നേരിടുന്ന കേരളത്തിലെ ആദ്യ ജനപ്രതിനിധി കൂടിയാണ് ആന്റണി രാജു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും ആന്റണി രാജുവിന് കഴിയില്ല. മേൽക്കോടതികളിലേക്ക് പോയി വിധിക്ക് സ്റ്റേ നേടിയാലും അയോഗ്യത നിലനിൽക്കും. തിരുവനന്തപുരം സെൻട്രലിലെ MLA ആയിരുന്നു ആന്റണി രാജു.